കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചതിനായി സ്തോത്രം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. തിരുവചനത്തിൽ നമ്മളൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു വാക്യമാണ്. അനേകം വ്യക്തികൾ ദൈവസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ ഈ പറഞ്ഞ വാക്യം. തകർന്നിരിക്കുന്ന സമയങ്ങളിൽ, വേദനയോടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഒരു ഭക്തൻ അതിശക്തമായി ദൈവസന്നിധിയിൽ പറയുന്നൊരു പ്രാർത്ഥനയാണ്, ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. അവൻ അത്രത്തോളം തകർച്ചയിലിരിക്കുന്ന സമയത്താണ് ആ വ്യക്തി അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളൂ. ഓരോ ദിവസവും തൻ്റെ ഹൃദയത്തിലെ വേദനകളും തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ദൈവത്തോട് പറയുന്ന ഒരവസ്ഥയിൽ പ്രിയഭക്തൻ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ നാളുകളായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പലപ്പോഴും പിറുപിറുക്കുന്ന അവസ്ഥകൾ, ദൈവത്തോട് പലപ്പോഴും മറുതലിക്കുന്ന അവസ്ഥകൾ. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്? എന്തുകൊണ്ടാണ് അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഇത് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, അവൻ തക്ക സമയത്ത് അതിന് മറുപടി തരുന്ന ദൈവമാണ്. നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിച്ചില്ല എന്ന് കരുതി അത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. പിശാച് സ്വർഗത്തിനു മുകളിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ച കാര്യമേ ഉള്ളൂ. അത് അറിയുന്നൊരു ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി നമ്മളെ സൃഷ്ടിച്ചിരിക്കെ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ എല്ലാം അറിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ നമ്മൾ മുഴങ്കാലും അടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മൾ പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നിൻ്റെ യാചനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. ദൈവം എന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. മടുത്തു പോകാതെ, മുടങ്ങിപ്പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന, നമ്മുടെ പ്രാർത്ഥനയുടെ വിലയറിയുന്നൊരു ദിവസം നമുക്കുണ്ടാകും. അല്പം സങ്കടമാണെങ്കിലും, അല്പം വിഷമമാണെങ്കിലും, അല്പം കണ്ണുനീരാണെങ്കിലും ഇതിൻ്റെ എല്ലാം മുകളിൽ അവസാനം നമുക്ക് ലഭിക്കുന്ന വലിയ സന്തോഷമായിരിക്കും ആ പ്രാർത്ഥനയുടെ മറുപടി. ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തികൾക്ക് ഒരു സ്ഥലത്തും പരാജയപ്പെടേണ്ടി വരില്ല. എത്ര പ്രതിസന്ധി കടന്നു വന്നാലും, എത്ര വേദനാജനകമായ അവസ്ഥ കടന്നു വന്നാലും ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരിക്കൽ പോലും തലകുനിക്കേണ്ടി വരില്ല, ലജ്ജിച്ചു പോകേണ്ടി വരില്ല. സ്വർഗീയ ദൂതന്മാരുടെ കാവൽ ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാകും. അവനെവിടെ പോയാലും എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ സ്നേഹിക്കുകയും അവനെ കരുതുകയും ചെയ്യും. അവൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ദൈവം നല്ല രീതിയിൽ ആക്കി തീർക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഈ ദിവസം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതിന്, ദൈവം വളരെ വലിയ നന്മകളാൽ അവിടെ നമ്മളെ നിറയ്ക്കേണ്ടതിന് നമ്മൾ ദൈവത്തിന് ശക്തമായി പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം തക്ക മറുപടി തന്ന് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം.